കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ടയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തുകൂടെ ഗലീൽ കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി. അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവനെല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ വായനയും സുവിശേഷവും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ശക്തമായ സന്ദേശം ദൈവ സാന്നിധ്യത്തിനും ദൈവിക സ്പർശനത്തിനും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാന്നിധ്യവും ഈ സ്പർശനവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം കാണാത്തത്. നമ്മൾ പലപ്പോഴും പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് തമ്പുരാൻ്റെ അടുത്ത് വരും. കുറച്ച് നാളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിനെ വിളിക്കും. വലിയ മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയെ നിർത്തും, ദൈവത്തോടുള്ള ആലോചന അവസാനിപ്പിക്കും, ദൈവത്തോടുള്ള ബന്ധം പോലും അവസാനിക്കുന്ന സാഹചര്യം വരാറുണ്ട്. ഇവിടെ സുവിശേഷം നമ്മൾ കാണുകയാണ്, ഫരിസയരും നിയമജ്ഞരും യഹൂദരൊക്കെ കർത്താവിനെ ഉപേക്ഷിച്ചപ്പോൾ, അവൻ്റെ വചനം സ്വീകരിക്കാതിരുന്നപ്പോൾ യേശു ടയർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോവുക. വിജാതീയ പ്രദേശമാണ്. ഇത് തൊട്ടു മുമ്പത്തെ വായന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വചനഭാഗങ്ങൾ. ഫിനീഷ്യൻ സ്ത്രീയുടെ സൗഖ്യം സംഭവിക്കുന്നതാണ്. അത്ഭുതകരമായ കർത്താവിൻ്റെ ഇടപെടലാണ്. ഒരു വിജാതീയ ദേശത്താണ്. അതിനുശേഷമാണ് കർത്താവ് ഈ പറയുന്ന അത്ഭുതം ചെയ്യുന്നത്. സ്വജാതീയർ കർത്താവിൻ്റെ സ്പർശനത്തെ സ്വീകരിക്കാതിരിക്കുകയും എന്നാൽ വിജാതീയർ ഈ അനുഭവം സ്വന്തമാക്കുകയും നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നൊക്കെയാണ്. മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച കൗൺസിലിംഗ് ദിവസമായിരുന്നു. ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് ഉച്ചവരെ ഇരുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 11-11:30 കഴിച്ചപ്പോൾ 2 സഹോദരിമാർ കാണണമെന്നും പറഞ്ഞ് അവിടെ ഒന്ന് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങനാശ്ശേരി അപ്പുറത്തുനിന്നാണ് വരുന്നത്. അവർ വന്നത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഓൺലൈനിലൂടെ എൻ്റെ ശുശ്രൂഷകൾ കൂടുന്നതാണ് നാളുകളായിട്ട്. വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. വെച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ പറ്റും, ഇതാണ് അറിയേണ്ടത്. ഇപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി? കുറച്ച് നാളുകളേ ആയുള്ളൂ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾ കർത്താവിനെ വിട്ടു പോയിട്ടില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റിയല്ലോ, കാരണം അവർ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, കൂദാശകളൊന്നും സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അവരുടെ വല്ലാത്തൊരു ദാഹവും ആഗ്രഹവും അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോയെ അറിഞ്ഞതിൻ്റെയും ഈശോയെ കിട്ടിയതിൻ്റെയും സ്വന്തമാക്കിയതിൻ്റെയൊക്കെ ഒരു ദാഹം. അതിൻ്റെ പൂർത്തീകരണമായി വിശുദ്ധ കുർബാനയിൽ ഈശോയെ അവർക്ക് സ്വീകരിക്കണം. അപ്പോൾ അവർ വിചാരിച്ച് ഇവിടെ മാമോദീസ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ധ്യാനകേന്ദ്രമാണ്. ധ്യാനകേന്ദ്രത്തിൽ മാമോദീസ സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ താമസിക്കുന്ന ആ ഇടത്തുള്ള ഇടവകയുമായി ബന്ധപ്പെടുക.
വികാരിച്ചുമായി സംസാരിക്കുക. അപ്പം അതിൻ്റെതായ പ്രൊസീജിയറുണ്ട് ഒരു മാമോദീസ സ്വീകരിക്കണമെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഈശോയെ സ്വീകരിക്കും, ഒരൊറ്റ ആഗ്രഹമുള്ളൂ. നമ്മൾ ജനിച്ച നാൾ മുതൽ മാമോദീസ സ്വീകരിച്ച് സഭയുടെ ഭാഗമായി അവൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായി കൂദാശകളിലൂടെ നിരന്തരം പരിപോഷിപ്പിക്കപ്പെട്ട് കടന്നു പോകുന്ന ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളോടൊന്നും വലിയ അങ്ങോട്ട് തീഷ്ണതയോ താല്പര്യമൊന്നുമില്ല. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, കടമുള്ളതല്ലേ, അതുകൊണ്ട് കുർബാനയ്ക്ക് പോകും. പോയില്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാരെന്നാ വിചാരിക്കും, പോയില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ ഇവിടെ കിടക്കാൻ സമ്മതിക്കുകയല്ല. ഇതിൻ്റെയൊക്കെ പേരിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്. അതായത് സ്വന്തം കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവരെ എനിക്കറിയാം. ഇവിടെ ആരും നിർബന്ധിച്ചിട്ടില്ല. കാരണം എന്താ? കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടി, ഒരു ദൈവിക സ്പർശനം കിട്ടിയ ജീവിതം മാറും. സുവിശേഷങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സ്പർശനം കിട്ടിയ ജീവിതങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സഭയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടായിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായെന്ന് മാത്രമല്ല, തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും ദൈവിക കാര്യങ്ങളിൽ തൽപരരാകാൻ തക്കവിധത്തിൽ ജീവിതം മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ഈ സ്പർശനം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ആദ്യവായന ലേസിയ പ്രവാചകനിലൂടെ കാണുന്നത് തന്നെയാണ്. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നവര് നിങ്ങൾ ധൈര്യമുള്ളവരാകുക എന്താ പറയുന്നത്. സങ്കടപ്പെട്ടും വേദനിച്ചിരിക്കുന്നവര് കർത്താവിൻ്റെ സ്പർശനത്തിൽ കരുത്തുള്ളവരായിട്ട് മാറും. എത്രയോ പേര് ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിലും അടിമത്തത്തിലും കഴിഞ്ഞു പോയ ഇന്നലകള്, ആകുലതകൾക്കും നിരാശകൾക്കും അടിമപ്പെട്ടു പോയ ജീവിതങ്ങൾ, പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ ജീവിച്ച ഇന്നലകള്, അവിടെയൊക്കെ ഒരു കർത്താവിൻ്റെ സ്പർശനം കിട്ടിയിട്ട് ഇന്ന് വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തൊരു സഹോദരൻ ഈ ദിവസങ്ങളിൽ ട്രീറ്റ്മെൻ്റൊക്കെ ആയിട്ട് ഭവനത്തിലായിരിക്കുക. ഞാൻ രാവിലെ വിശുദ്ധ കുർബാന കൊടുക്കാൻ പോകും. ഇപ്പം ശരീരത്തിൽ രോഗത്തിൻ്റെതായ വേദനയും ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെത് ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന സഹോദരനാണ്. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ യാത്രയൊന്നും ചെയ്യാൻ പാടില്ല, മുറിയിൽ നിന്ന് പുറത്തു പോകരുത്, ഫിസിക്കലി വീക്കാണ്, അതുകൊണ്ട് മറ്റു രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഭവനത്തിലിരിക്കാൻ പറഞ്ഞു. ഈശോ പറഞ്ഞു, അച്ഛാ എനിക്ക് രോഗം വന്നതിൽ എനിക്ക് സങ്കടമില്ല, എനിക്ക് ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ അതിലെനിക്ക് സങ്കടമില്ല. ഇത്തരം സഹനമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴോ സമാനമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടും വേദനിക്കുന്നുണ്ടെന്നും ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, എന്നെ ശുശ്രൂഷിക്കാൻ ആൾക്കാരുണ്ട്. ഈ അവസ്ഥയിലും ശുശ്രൂഷിക്കാൻ ആൾക്കാരില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നവരുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിസോനം പറഞ്ഞാൽ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ഒറ്റ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങരുത്. അച്ഛന് പറ്റുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ വികാരിയച്ഛന് ഫിസിക്കൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ സഹോദരന് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളൊക്കെ ഒറ്റ ആഗ്രഹം പറയുന്നുള്ളൂ, അച്ഛൻ എനിക്ക് വിശുദ്ധ കുർബാന അച്ഛാ മുടങ്ങാൻ സമ്മതിക്കരുത്, എപ്പോഴെങ്കിലും ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വിശുദ്ധ കുർബാന തരുമെന്ന് ചോദിച്ചത്. ഇത് ഒരു ദൈവിക സ്പർശനം കിട്ടിയതിൻ്റെ അടയാളങ്ങളാണ്. ഇവിടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അന്ധനും ബധിരനുമായ മൂകനും ബധിരനുമായ ഒരുത്തനെ കൊണ്ടുവരിക. കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല, കൊണ്ടുവന്നവരോ വലിയ വിശ്വാസം തീഷ്ണതയോടും കൂടിയ കർത്താവിൻ്റെ അടുത്ത് കൊണ്ട് എന്നിട്ട് ഒന്ന് സ്പർശിക്കാനാണ് പറയുന്നത്, പിന്നെ ഒന്ന് സുഖപ്പെടുത്താനാണ് പറയുന്നത്. അവർ അപേക്ഷിക്കുക. എന്നിട്ട് കർത്താവ് തൻ്റെ കരസ്പർശനം കൊണ്ട് ഇവനെ തൊടുകയും ഇവനെ സ്പർശിക്കുകയും ചെയ്ത് അവൻ്റെ മൂകതയും അവൻ്റെ ബധിരതയും കർത്താവ് എടുത്തു മാറ്റും. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എഫാത്ത, തുറക്കപ്പെടട്ടെ. എനിക്ക് നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാക്കാണ് എഫാത്ത എന്നുള്ള വാക്ക്, തുറക്കപ്പെടട്ടെ. എന്തെല്ലാം മേഖലകളിൽ നമുക്കൊരു തുറവി വേണമെന്നറിയാവോ? ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഏതെല്ലാം മേഖലകൾ നമ്മുടെ തന്നെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാം, ഈ മേഖലയിൽ എൻ്റെ ജീവിതം അടഞ്ഞു കിടക്കുക, കെട്ടപ്പെട്ട് കിടക്കുക, തുറക്കപ്പെടേണ്ട, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ അടഞ്ഞു കിടക്കുമ്പോൾ, വിദേശ യാത്രകൾ അടഞ്ഞു പോകുമ്പോൾ എത്രയോ പേരെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കൺവെൻഷൻ്റെ കഴിഞ്ഞ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ അച്ഛാ വിദേശത്ത് പോകാനുള്ള തടസ്സമാണ് അച്ഛാ, അച്ഛൻ പ്രാർത്ഥിക്കുക ഒന്ന് തുറന്നു കിട്ടാനായിട്ട്. ജോലി മേഖല തടസ്സം അച്ഛാ ഒന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കുക. അച്ഛാ സാമ്പത്തിക മേഖലയൊക്കെ വല്ലാത്ത ഞെരുക്കോ ബുദ്ധിമുട്ടാ, ബിസിനസ്സൊന്നും അങ്ങനെ ശരിയാകുന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക, തുറന്നു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അല്ലേ?
ഈ ഭൗതിക തലങ്ങളിലൊക്കെ ഒരു തുറവിക്കും ഒരു വിടുതലിനും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് അവനെ സ്പർശിച്ചിട്ട് എഫാത്ത തുറക്കപ്പെടട്ടെ എന്നാ പറഞ്ഞേ. കർത്താവിന്റെ സ്പർശനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല ഒരു തുറവി ഉണ്ടാവുക. സ്വർഗത്തോടും ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ആത്മരക്ഷയെ പ്രതിയും ഇവന്റെ ശരീരത്തിന് മാത്രമല്ല ഇവന്റെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം നൽകുക. അവന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുക. ഇപ്പൊ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം തുറക്കപ്പെട്ടത് കൊണ്ടൊന്നും നമ്മൾ ആത്മരക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. നമുക്ക് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു കൊണ്ടോ കഴിവുണ്ടായിരുന്നു കൊണ്ടോ ഒന്നും നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നില്ല. അതാണ് രണ്ടാമത്തെ വായനയിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ വായിച്ചു കേട്ടൊരു കാര്യമുണ്ട്. ഒരു ദരിദ്രൻ, ഒരു പാവപ്പെട്ടവൻ, വസ്ത്രം മുഷിഞ്ഞവൻ വരുമ്പോൾ അവനെ മാറ്റി നിർത്തിയിട്ട് ധനികനെയും വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കും. ഇവിടെ മാനുഷികമായ കാഴ്ചപ്പാടിലൊരു വേർതിരിവ് നമ്മൾ നടത്തും. അവൻ്റെ സമ്പന്നതയും അവൻ്റെ സൗകര്യവും അവൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നോക്കിയിട്ട്. എന്നാൽ കർത്താവ് ഇതല്ല നോക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. കർത്താവ് കാണുന്നതല്ല മനുഷ്യൻ കാണുന്നത്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു, മനുഷ്യനോ ബാഹ്യഭാഗം നോക്കുന്നു. നമ്മൾ പുറമേ ഉള്ളതൊക്കെ നോക്കിയിട്ട് ആൾക്കാരെ വിധിക്കുകയും നല്ലവരാണെന്ന് ചിന്തിക്കുകയും ഒക്കെ വിചാരിക്കുക. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടതാ, ഒരു സഹോദരി മരിച്ച വീടുകളിൽ പോയിട്ട് മോഷണം നടത്തിക്കൊണ്ടിരിക്കുക. നല്ല സുന്ദരമായ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർ വിചാരിക്കും വീട്ടുകാരാരവാണെന്ന്. ഇവിടെ കുറച്ച് നാളും ഒരു സഹോദരി വരുമായിരുന്നു, നല്ല ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ഇതിലൊക്കെ വന്നിട്ട് ഇവിടെ നിത്യാരാധന വന്നിരിക്കും. എന്നിട്ട് അവിടെ വന്നിരിക്കുന്നവരോടൊത്തൊക്കെ പയ്യൻ ന്യൂട്രൽ കാശ് ചോദിക്കും. പുരോഹിക്കും നല്ല കളിച്ചയുടെ ആളാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാവരുടെ അടുത്തും ഇത് പോകുന്ന വഴിക്ക് ഇവര് വീട്ടിലതുണ്ട് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഓഫീസ് അവിടെ നിറ്റാരിലിരിക്കുന്നവർ വന്ന് ഓരോരുത്തരും ഉണ്ട്. അച്ഛാ അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, വന്ന് മുട്ടുകുത്തുമ്പോഴേ വന്ന് വിളിക്കുവാന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇതാ സംസാരം. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നല്ല ഡീസന്റ് ലേഡി. നമ്മൾ ബാഹ്യഭാഗത്തിലാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ. നമ്മൾ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന അങ്ങനെയൊക്കെ തന്നെ. അവൻ്റെ നിപ്പും അവൻ്റെ നോട്ടവും അവൻ്റെ നടപ്പും ബാഹ്യമായ ഇതുകൊണ്ടാണ് നമ്മൾ ഒരാളെ വിധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. ഹൃദയം പരിശോധന. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധവും നമ്മുടെ ആത്മരക്ഷയും ഹൃദയം പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ എത്ര കണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. കർത്താവ് ദരിദ്രനായതിൻ്റെ പേര് കർത്താവ് നമ്മൾ മാറ്റി നിർത്തുമൊന്നുമില്ല. നമുക്കിന്ന് പട്ടിണിയായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം, ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കാം, സ്വന്തമായിട്ടൊരു വീടില്ലായിരിക്കാം, അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ലായിരിക്കാം. പക്ഷേ തമ്പുരാൻ നമ്മളെ മാറ്റി നിർത്തില്ല. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാന്ന് പറഞ്ഞ്. നമുക്ക് ഈ ഭൂമിയിൽ രാജ്യം കിട്ടുമായിരിക്കും, പക്ഷെ സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രരായവർക്കാണെന്ന വചനം പറയുന്നത്. ആത്മാവിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം. ദരിദ്രൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ ആശ്രയം ജീവിക്കണം. ആത്മാവിന്റെ ദാരിദ്ര്യം അവൻ ദൈവത്തിലും ദൈവപരിപാലനയിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും അടിയുറച്ച് ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. വചനം പറയാണ് സ്വർഗരാജ്യം അവരുടേതാണ് എന്ന്. അപ്പോ കർത്താവ് ആരെയും ബാഹ്യഭാഗം കണ്ടുകൊണ്ടല്ല വിധിക്കുന്നത്. നമ്മുടെ ആന്തരിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യൻ അതെത്ര കണ്ട് ഫലം പ്രാപിച്ചിട്ടുണ്ട്. ഏതെല്ലാം മേഖലകളിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇനിയും നമ്മുടെ ആത്മീയ ജീവിതം തുറക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ വിശുദ്ധ ജീവിതം എത്ര കണ്ട് ഇനിയും ഈശോയോടുള്ള ബന്ധത്തിൽ, അവൻ്റെ പരിശുദ്ധിയോടുള്ള ബന്ധത്തിൽ തുറക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സഹോദര ബന്ധം, സ്നേഹബന്ധങ്ങൾ. പലരുടെയും പ്രശ്നം സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ പ്രശ്നം നമ്മൾ ഇപ്പോഴും ഹൃദയം തുറന്നിട്ടില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറക്കേണ്ടതുപോലെ ഞാൻ തുറന്നിട്ടില്ല എന്നുള്ളതിനർത്ഥം. കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടി ആ ഒരു അനുഭവത്തെ, എനിക്കൊരു മുറിവേറ്റ അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണല്ലോ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ആ മുറിവേറ്റ അനുഭവത്തെ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന കരം കൊണ്ട് സ്പർശിക്കപ്പെടാൻ ഞാൻ അനുവദിക്കാത്തിടത്തോളം കാലം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതാണ് അതിനർത്ഥം. എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവിൻ്റെ വിശുദ്ധീകരിക്കുന്ന കരത്തിൻ്റെ സ്പർശനം നമ്മൾ ജീവിതം കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സുവിശേഷത്തിലേക്കും ആദ്യ വായനയിലൊക്കെ ശക്തമായി സംസാരിക്കുന്നത്. എവിടെയൊക്കെ കർത്താവിൻ്റെ സ്പർശനം കിട്ടുന്നുണ്ടോ
ആരൊക്കെ കർത്താവിൻ്റെ സ്പർശനം ജീവിതത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ജീവിതം മാറും. അടിസ്ഥാനപരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. ഈ സന്ദേശമാണ് ഇന്നത്തെ വായനകൾ രണ്ടും നമുക്ക് തരിക. അടിസ്ഥാനപരമായൊരു മാറ്റത്തിലേക്കാണ് ജീവിതം മാറുന്നത്. ജീവിത സാഹചര്യങ്ങൾ മാറാനാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ മാറിയിട്ട് കാര്യമൊന്നുമില്ല. ജീവിതം മാറുന്നിടത്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് പോലും മാറ്റം ഉണ്ടാകുന്നത്. ജീവിതം മാറുന്നപ്പോഴാ കർത്താവിൽ അവനോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോൾ, അവനോടുള്ള സ്നേഹത്തിൽ എൻ്റെ ജീവിതം മാറ്റുരച്ച് നോക്കുമ്പോൾ, ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ടുള്ളൊരു ജീവിതമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റുന്നത്. ആ മാറ്റം എൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും കാണാൻ പറ്റും. ഉണ്ടെന്ന് ഈ ദിവസം, പ്രത്യേകിച്ച് സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരുണയും സ്നേഹവും സാന്നിധ്യമൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ സ്പർശനം അനുഭവിച്ച് അതേ സ്പർശനത്തോടു കൂടി അനേകരെ സ്പർശിക്കാൻ, സ്നേഹത്തോടും കാരുണ്യത്തോടും ദയയോടും വാത്സല്യത്തോടും നന്മയോടും വിശുദ്ധിയോടും കൂടെയൊക്കെ അനേകരെ സ്പർശിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കിട്ടിയ ദൈവീക സ്പർശനം സൗഖ്യമായി നമുക്ക് മാറിയെങ്കിൽ നമ്മുടെ ദൈവീക സ്പർശനങ്ങളെല്ലാം അവരനും സൗഖ്യമായി മാറാൻ തക്കവിധത്തിൽ അവരെന്നെ തൊടാൻ നമ്മുടെ ജീവിതത്തെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.